ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ 7ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. രാവിലെ മുതൽ നോമ്പ് തുറക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നോമ്പാവുമ്പം ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അവർക്കായിട്ട് മാത്രം ഒന്നും ഉണ്ടാക്കാനും വയ്യ. എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതങ്ങനെ വേസ്റ്റായി പോവും. അപ്പോൾ നോമ്പ് തുടങ്ങിയ പിന്നെ ബിലാലിന് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു പഴം വാട്ടി നട്ടോ കൊടുക്കുന്നത്. അവന് നല്ല ഇഷ്ടമാണ്. കുറച്ച് നല്ല പഴുത്ത പഴമാണെങ്കിൽ കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ പഴമൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചൂടാറാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പൊന്നും മിഞ്ഞും ഒന്നും വീട്ടിലില്ല കേട്ടോ. അവർ ഒരു കസിൻ്റെ വീട്ടിൽ ഇന്നലെ നോമ്പ് തുറക്കാൻ പോയതാണ്. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും വന്നത് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടാട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് നോക്കുകയാണ്. അത്തച്ചിയുടെ അനിയൻ്റെ വീട്ടിലാട്ടോ പോയത്. അപ്പോൾ അവിടെ ചെറിയ പിള്ളേരുണ്ട്, ഇവരുടെ പ്രായമുള്ള പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ഇതൊക്കെയായിരുന്നു പരിപാടി. അല്ലെങ്കിൽ കൂടുതൽ സമയം ഇവരിങ്ങനെ ടാബൊക്കെ കണ്ടായിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പം നല്ലതല്ലേ, നല്ല രസമുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇവർ ജേർണൽ ചെയ്യുവാന്നാട്ടോ പറഞ്ഞത്. ഈ സ്റ്റിക്കറൊക്കെ ഞങ്ങൾ തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്തതാണ്. നോക്കട്ടെ, നല്ല രസമുണ്ടല്ലോ. നോമ്പായിട്ട് ഇതൊക്കെയാണോ പരിപാടി? നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാൻ. ഇതൊക്കെ നിങ്ങൾ വരച്ചതാ ആണോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സ്റ്റിക്കറാണോ? ഇത് ഞാൻ എന്ന് പറഞ്ഞു തന്ന പോലത്തെയാണോ? ഞാൻ ചെയ്ത പോലെയാണോ ചെയ്തേ? ഡൈ ചെയ്തതാണോ? കൊള്ളാം കേട്ടോ. ഈ ഒരു കളർ പേപ്പർ ഉണ്ടല്ലോ, അത് അവർ കോഫി പൗഡർ കൊണ്ട് ഡൈ ചെയ്തെടുത്തതാണ്. എല്ലാം ഇങ്ങനെ ഓരോ കവറിലാക്കിയിട്ടാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർക്ക് അവിടെ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. അവരും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. ഒരു ഷമാമങ്ങല ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു ജ്യൂസ് ആക്കാമെന്ന് കരുതിയേ. അങ്ങനെ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ സീഡൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം ജില്ലയിൽ കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു ഷേക്കോ അല്ലെങ്കിൽ നല്ല തണുത്ത ഒരു ഡ്രിങ്കോ ഇല്ലാതെ പറ്റത്തില്ല. എപ്പോഴും വിചാരിക്കും നോമ്പ് തുറക്കുമ്പോൾ തണുത്തതൊന്നും കുടിക്കരുത്, പിന്നെ ഷുഗറൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ എല്ലാ പ്രാവശ്യവും വിചാരിക്കും. പക്ഷേ നടക്കത്തില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നോമ്പ് തുറക്കുമ്പം നമുക്ക് തണുത്ത ഒരു ഗ്ലാസ് ജ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഒന്ന് കഴിക്കാത്ത പോലെയാട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടേ. നമ്മുടെ ലേഡീസ് പ്ലാനറ്റ് ബൈ റംഷി എന്ന് പറഞ്ഞ ആ ഒരു ചാനലിലാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഷമാം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ അവർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം അവർ വിചാരിച്ചതൊരു നമ്മുടെ വാട്ടർമെലനാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഷമാമാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമോ, ഇനി എങ്ങാനും നമ്മുടെ വീട്ടിലെങ്ങാനും ഉണ്ടായാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ സീഡൊക്കെ വെറുതെ വലിച്ചെറിയാതെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഉണ്ടാവുകയാണെങ്കിലും അവിടെ കിടന്ന് ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് വയ്ക്കുമ്പം ഒന്നും ഉണ്ടാവത്തില്ല. വെറുതെ വലിച്ചെറിയപ്പോഴായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഇവിടെ കുറേ മത്തങ്ങ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളങ്ങനെ നട്ടതൊന്നുമല്ല, വെറുതെ അങ്ങനെ കടയിൽ നിന്ന് മത്തങ്ങ വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ സീഡ് ചുമ്മാ വെറുതെ വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതാട്ടോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സീഡൊക്കെ വളരെ കാര്യമായിട്ട് കൊണ്ടൊരു സ്ഥലത്ത് ഇടുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊന്നും ഓർക്കാതെ നമ്മുടെ സ്പൈസസ് ഒക്കെ പൊടിക്കുന്ന ആ ഒരു ജാറുണ്ടല്ലോ, അതിലെങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേ. പിന്നെ വിചാരിച്ചേ ഇതിൽ നന്നായിട്ട് ജ്യൂസ് അടിക്കാൻ പറ്റത്തില്ല, ജ്യൂസർ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതിലിടാമെന്ന് കരുതി അതെല്ലാം വീണ്ടും തിരിച്ച് മറ്റേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ ഞാനൊരു 5-6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഡേറ്റ്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ബിലാൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നല്ല തണുത്ത പാലുമാണ് വേണ്ടത്. അങ്ങനെ പാലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല നാടൻ പശുവും പാൽ ഇവിടെ വീട്ടിൽ കൊണ്ടുത്തരുന്നത്, അതുകൊണ്ട് നല്ലതാണ്. നല്ല നെയ്യൊക്കെ ഉള്ള പാലാണ്. അങ്ങനെ ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാലും പിന്നെ നമ്മുടെ ഈത്തപ്പഴവും പഞ്ചസാരയും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിവിടെ നിൽക്കുക കേട്ടോ. നേരത്തെ വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് ആൾക്കറിയാം എല്ലാ ദിവസവും ആൾക്ക് ജ്യൂസ് കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുമ്പോഴേ ജ്യൂസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവേ. അങ്ങനെ നമ്മുടെ ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്.
പിന്നെ ഇന്ന് സ്നാക്കായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് ഉള്ളിവടയാട്ടോ. സമൂസക്കൊക്കെ മെനക്കെടണമെങ്കിൽ കുറേ സമയം വേണം. അതുകൊണ്ട് മടിയായിട്ട് ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വേഗത്തിൽ കഴിയുമല്ലോ. അങ്ങനെ ഫാത്തിമ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരുക്കി ഇതുപോലെ ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിവടയിലുണ്ടല്ലോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, കടലമാവൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ ചെറുതായിട്ട് നൈസായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മുടെ കൈ കൊണ്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഞവടിയെടുക്കണേ. എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. അപ്പോൾ ഈ സവാളയിൽ നിന്ന് തന്നെ കുറേ വെള്ളം വരും. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിവട അത്ര ശരിയാവാത്ത പോലെ തോന്നും. അങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നല്ല ബലത്തിൽ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം പുറത്തേക്ക് വരും. നമ്മുടെ മാവ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം പുറത്ത് വരും. ഇനി കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി അങ്ങനെ കടിക്കാനൊന്നും കിട്ടരുത്. ഇഞ്ചി ഉണ്ടെന്ന് അറിയാത്ത രീതിയിൽ അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ ഈ ഉള്ളിവടയിൽ കടലമാവാട്ടോ ചേർക്കുന്നത്. കടലമാവ് മാത്രമാണ് ചേർക്കുന്നത്, മൈദാമാവ് ചേർക്കുന്നില്ല. ചിലർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടും. പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ട് പിച്ചിടുമ്പോൾ ആ ഒരു കറിവേപ്പിലയുടെ സ്മെല്ലും കൂടി വരുവേ. അങ്ങനെ ആവശ്യത്തിനുള്ള കടലമാവ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് കൂടിപ്പോയാലും വലിയ രസം ഉണ്ടാകത്തില്ല. അപ്പം ആ ഒരു പാകത്തിന് മാവും ഉള്ളിയും കൂടി വരണം. അപ്പോൾ അങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ച് വന്നപ്പോൾ കുറച്ച് ഉള്ളി കൂടുതലും മാവ് കുറവുമായിട്ട് തോന്നിയേ. അതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടി കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കടലമാവിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. ചിലർ മൈദയിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു കടലമാവിൽ ഉണ്ടാക്കിയതാണ്. ഫാത്തിമയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറുക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ പൊന്നൂന് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി അല്ല കേട്ടോ, ദോശ. അപ്പം സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ ഞാൻ എടുക്കുകയാണ്. കുറച്ച് ദിവസം അടുപ്പിച്ച് ഇറച്ചിയൊക്കെ കൂട്ടി കഴിയുമ്പോൾ പിന്നെ മടുപ്പാവും. അങ്ങനെ ഇന്ന് ഒരു സാമ്പാറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് തോന്നി. അതുകൊണ്ട് ഇന്ന് ദോശയും സാമ്പാറുമാണ്. പിന്നെ നമ്മുടെ വെള്ളച്ചട്നി ഉണ്ടല്ലോ അതും കൂടി റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് പരിപ്പൊക്കെ കഴുകിയെടുക്കുകയാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് എല്ലാ പച്ചക്കറികളും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ റെഡിയാക്കുന്നത്. എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നോമ്പായതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പാറേ ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കൂടുതലാണെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോകുമ്പോൾ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ ആദ്യം നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. പരിപ്പ് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് നല്ല തിക്നെസ് ഉണ്ടാവും, നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ലൂസായിട്ടുള്ള സാമ്പാർ ഒരു രസമില്ലല്ലോ. അങ്ങനെ നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും കൂടി, ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞിടണേ. പിന്നെ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ചെറിയുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കണേ. അപ്പോൾ ഈ പരിപ്പ് ഉരുളക്കിഴങ്ങും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. പിന്നെ കുറച്ച് നമ്മുടെ പിഴിപൊളി ഉണ്ടല്ലോ അതും വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്. ഒരു വഴുതനങ്ങ, പിന്നെ 2 നമ്മുടെ മുരിങ്ങക്കോല്, പിന്നെ തക്കാളി, പിന്നെ കുറച്ച് ബീൻസ്, അത്ര ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അതെടുത്തത്. നമ്മളിപ്പോൾ നോമ്പായതുകൊണ്ട് അങ്ങനെ പച്ചക്കറികളൊന്നും വാങ്ങാറില്ലല്ലോ. അങ്ങനെ വേഗത്തിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തേ. നല്ലതാ ഇടയ്ക്ക് സാമ്പാറൊക്കെ കഴിക്കുന്നത്. പിന്നെ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ്. അങ്ങനെ നല്ല ചൂടോടെ സാമ്പാറൊക്കെ കൂട്ടുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നേരത്തെ വെച്ചാൽ ഒരു ചൂടൊക്കെ ആറിയിട്ട് ഒരു സുഖം ഉണ്ടാകത്തില്ല. പ്ലേറ്റിലേക്ക് തന്നെ ഈ കുഞ്ഞിക്കൈ മിന്നുവിൻ്റെ ആട്ടോ. ഇന്ന് അവൾക്ക് നോമ്പില്ല. അവൾക്ക് നോമ്പെടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ കുഞ്ഞല്ലേ, ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് വാടി തളർന്നാട്ടോ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം നോമ്പ് വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അത്താഴത്തിനൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ പൊന്നൂന് ഭയങ്കര നിർബന്ധം കേട്ടോ. അവളോട് അങ്ങനെ പറഞ്ഞാലൊന്നും അവൾ കേൾക്കത്തില്ല. അവളിപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ കുറേ നോമ്പെടുക്കും, അടുപ്പിച്ചെടുക്കും കേട്ടോ. അവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് മുന്തിരിയും ഓറഞ്ചും ഒക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ കൊണ്ട് വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കഴിക്കുമല്ലോ, നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പൊരിച്ച കടികളും പിന്നെ മധുരമായിട്ടുള്ള ജ്യൂസൊക്കെ ഒഴിവാക്കുന്നതാട്ടോ നല്ലത്. പക്ഷേ ഈ നോമ്പ് കാലത്ത് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തുമില്ല. ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മുടെ പത്തിരിയും ഇറച്ചി അതൊന്നും വേണ്ട കേട്ടോ. അവർക്ക് ഈ ഒരു ജ്യൂസും പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ മതി. അല്ലാതെ അവരങ്ങനെ വലിയ കാര്യമായിട്ട് കഴിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എൻ്റെ നിസ്കാരവും ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പം അവർക്ക്
ഫുഡൊക്കെ വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ആട്ടോ ഇപ്പോൾ പോകുന്നത്. പിന്നെ ഇതാ നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കടികളൊക്കെ പൊരിക്കുന്നത്. അപ്പോൾ ഫാത്തിമ ഉള്ളിവടയൊക്കെ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. നമ്മളങ്ങനെ സ്നാക്സ് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. നമ്മളെല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അതല്ലേ കുറച്ചും കൂടി നല്ലത്. പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ പൊരിച്ച് എണ്ണയിൽ അവർ കുറേ ദിവസം ഇട്ട് പൊരിച്ച് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നൊന്നും. അല്ലെങ്കിൽ അത്ര ഉറപ്പ് വേണം. അങ്ങനെ ഞാൻ എൻ്റെ സാമ്പാറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ഒരു വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിവിടെ ഓരോ ബാച്ചായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം പൊരിച്ച് 2 എണ്ണം കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളെന്തോ ഇങ്ങനെ വലിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിന്നതാട്ടോ, ശ്രദ്ധിക്കാൻ പറ്റിയില്ല, മറന്നുപോയി. പിന്നെ സാമ്പാർ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ സാമ്പാറിലേക്ക് നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, വാളംപുളി, ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സാമ്പാർ പൊടിയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ താളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടിപൊളി സാമ്പാർ സെറ്റാട്ടോ. പെട്ടെന്ന് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നോമ്പ് കാലത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലൊരു സാമ്പാറും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറേ ദിവസം ഇറച്ചിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് മടുക്കുമ്പം നല്ലതായിരിക്കും. പിന്നെ ഇതാ ചായയൊക്കെ വെക്കാറായി, വേഗത്തിൽ ചായയൊക്കെ വെച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ദോശ ചുടുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഞാനത് തുറന്ന് നോക്കിയപ്പം നല്ല സോപ്പ് പോലെ ദോശയൊക്കെ നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. നല്ല ദോശയായിരുന്നു കേട്ടോ. നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാറായപ്പോൾ നമ്മളെല്ലാവരും ടേബിളിൻ്റെ ചുറ്റിൽ വന്നിരിക്കുകയാണ്. മിന്നു നോമ്പില്ല കേട്ടോ. അപ്പം മിന്നു ഇടയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം മിന്നു നോമ്പല്ലെങ്കിൽ പൊന്നുവിന് അത് ഭയങ്കര വിഷയമാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ പൊന്നു പറയുന്നത് ഇവൾ എൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുമ്പം എനിക്ക് ഭയങ്കര പാടാ, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അവരെപ്പോഴും വഴക്കാട്ടോ നോമ്പില്ലാത്ത ദിവസം. അല്ലെങ്കിൽ സെറ്റാണ്. അത് നമ്മുടെ ബിലാലും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെന്താ ഇത് കുളിച്ചോ ജ്യൂസില്? ബിലാലിൻ്റെ കലാപരിപാടികൾ ഇതൊക്കെയാട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ 7ാമത്തെ നോമ്പും നമ്മൾ റാഹത്തായിട്ട് തുറന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വ്ളോഗിൽ ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.